ഇവരോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടു. അത് സഹാബത്തിനെ അറിയിച്ചു. അത് സ്വപ്നം നബിമാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, അത് വഹ്യാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉംറ ചെയ്യാൻ വേണ്ടി ഒരു സംഘം ഉംറ ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടി, യുദ്ധം ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടിയല്ല, ഉംറ ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടി ഒരു സംഘം വന്നു. ഹുദൈബിയയിൽ ഒന്ന് ക്യാമ്പ് ചെയ്തു. ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതൊക്കെ വെള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ്. അപ്പൊ ഹുദൈബിയയിൽ കിണറുകൾ അന്ന് കാലത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു കിണറാണ്. വെള്ള സൗകര്യമൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തു. ക്യാമ്പ് ചെയ്തപ്പോഴത്തേക്കും അവിടേക്ക് മക്കയിലേക്ക് വിവരെത്തി. മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് ഒരു സംഘം വന്നിരിക്കുന്നു. അപ്പൊ അവര് കുറെ പേര് സൈനികമായിട്ട് ഒരുങ്ങി. പക്ഷെ പറഞ്ഞു, പക്ഷെ നോക്കുമ്പോൾ യുദ്ധം ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടിയല്ല, ഇഹ്റാമിന്റെ വസ്ത്രത്തോടു കൂടി ഉംറ ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് മുന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. എങ്കിലും അവർക്ക് അവരുടെ ഈഗോ, മദീനക്കാർ അങ്ങനെയാണ് നമ്മളുടെ ഇവിടെ കയറിയിട്ടാണ്ട് അങ്ങനെയാണ് സൗകര്യത്തിൽ ഉംറ ചെയ്ത് പോവുക എന്നുള്ള ഈഗോ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശവാഹകനെ അയച്ചു. ഞങ്ങൾ പ്രശ്നത്തിൽ വന്നിട്ടുള്ളതല്ല, അള്ളാഹുവിന്റെ ഭവനം സന്ദർശിച്ച് ഉംറ ചെയ്ത് മടങ്ങാൻ വന്നിട്ടുള്ളതാണ് എന്നുള്ള ഒരു സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ചു. പക്ഷെ പോയിട്ട് അദ്ദേഹം മടങ്ങി വരുന്നത് കാണാനില്ല. 3 ദിവസമായിട്ടും മടങ്ങി വരാത്ത അവസ്ഥ. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വധിക്കപ്പെട്ടു എന്നുള്ളൊരു അഭ്യൂഹം ആണ് ഉണ്ടായത്. അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രചാരണം ഉണ്ടായി. ആ സമയത്ത് ഹുദൈബിയ സന്ധിക്ക് മുമ്പായിട്ടുണ്ടായ ഒരു കരാറുണ്ട്. അത് വിശ്വാസികൾ എല്ലാവരും ഒരു മരത്തിന് കീഴെ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹിക്ക് വാക്ക് കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നമ്മള് ഒരു എന്താ പറയാ, ശത്രുക്കളാണെങ്കിലും എന്താണെങ്കിലും ശത്രുതയ്ക്കിടയിലും ചില മര്യാദകളുണ്ട്, യുദ്ധമര്യാദകളുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. അത് ആ കാലത്ത് പാലിച്ചിട്ടുണ്ടായിരുന്നു. മുശ്രിക്കുകളാണെങ്കിലും ജാഹിലിയ കാലത്തൊക്കെ അവർ പാലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരാറിലൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു സമാധാന സന്ദേശമായിട്ട് അയച്ച ഒരു സന്ദേശവാഹകനെ കൊന്നുകളയുക എന്നുള്ളത് അതിഭീകരമായിട്ടുള്ള, പൊറുക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാണ്. അപ്പൊ എങ്കിൽ നമ്മൾ ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കുക തന്നെ ചെയ്യണം എന്ന് എല്ലാവരും ഒന്നടങ്കം തീരുമാനിച്ചു. അങ്ങനെ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, വലുതായിട്ട് ആയുധങ്ങളൊന്നുമില്ല, അല്ല ഉംറയ്ക്കാവുന്നില്ല. എന്നാലും ആയുധങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് നമ്മൾ പോരാടും, ഇതിന് പകരം ചോദിക്കും എന്നുള്ള നിലയ്ക്ക് ബൈഅത്ത് ചെയ്തു. അത് സൂറത്തുൽ ഫത്ഹിൽ തന്നെ 18-ാമത്തെയോ 17-ാമത്തെയോ വചനത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ ബൈഅത്ത് ചെയ്ത സമയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമുണ്ട്. അപ്പൊ ആ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്തു റിദ്വാൻ എന്നാണ് ആ ഒരു ഉടമ്പടിക്ക് പറയുന്നത്. അത് ഹുദൈബിയയിൽ വെച്ചാണ് ഉണ്ടായത്. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടില്ല എന്നുള്ള അറിവ് കിട്ടി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു. ആ സമയത്ത് അങ്ങനെ ഒരു കരാറ് അവർ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റില്ല. അവരുടെ ഈഗോ, ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ഇപ്രാവശ്യം മടങ്ങി പോവുക, അടുത്ത പ്രാവശ്യം നിങ്ങൾ തിരിച്ചു വന്നോളൂ. എന്താ വ്യത്യാസമുള്ളത്? ഇപ്രാവശ്യം ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് പ്രായോഗികമായിട്ട് വ്യത്യാസമില്ല. ഇവരൊന്നും കൂടി പോയി വരണം എന്നുള്ള ബുദ്ധിമുട്ടല്ലാതെ, പക്ഷെ അവരുടെ അഭിമാനം. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു. ഒരു സമാധാന കരാറിൽ നമുക്ക് ഏർപ്പെടാം. എന്തിനാണ് സമാധാനം? ആ സമാധാനാവസ്ഥ, യുദ്ധമൊന്നുമില്ലാത്ത സമാധാനപരമായിട്ടുള്ള അവസ്ഥ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ദഅവത്തിനും ദീനിന്റെ പ്രചരണത്തിനൊക്കെ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടായിരുന്നു. ആ നിലപാടിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു, നമുക്കൊരു കരാറിലാവാം. എന്താണ് കരാർ? 10 വർഷത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യില്ല. 10 വർഷത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യില്ല. പിന്നെ പറഞ്ഞ ചില കരാറുകൾ എന്താണ്? വളരെ ഏകപക്ഷീയം എന്ന് തോന്നുന്ന കരാറുകളായിരുന്നു. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല, തിരിച്ചയക്കണം. നേരെ തിരിച്ച് മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വരികയാണെങ്കിൽ അത് പിടിച്ചു വയ്ക്കും, തിരിച്ചയക്കൂല. ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള കരാറുകൾ പറഞ്ഞു. റസൂല് സമ്മതിച്ചു. ശരി, അതെല്ലാം സമ്മതം എന്ന് പറഞ്ഞിട്ട് അത് റസൂല് ഒപ്പുവെച്ചു. ഒപ്പുവെക്കാൻ നേരത്ത് മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞപ്പോ, മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ യുദ്ധമോ കരാറിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാനെന്ന് പറഞ്ഞു. റസൂൽ അത് സമ്മതിച്ചു. ഇങ്ങനെ എല്ലാ നിലയിലും മുശ്രിക്കുകളുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്ന തരത്തിൽ, പ്രത്യക്ഷമായി നോക്കിയാൽ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ടേംസ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെയും റസൂല് അംഗീകരിച്ച് ഒപ്പുവെച്ചു. സഹാബികൾക്ക് വലിയ നിരാശയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അള്ളാഹുവിന്റെ റസൂലല്ലേ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ എത്ര അപമാനകരമായ നിലയ്ക്കുള്ള ഒരു കരാറിൽ ഒപ്പിടുന്നത്? പക്ഷെ ആ ഒരു കരാറിനെ കുറിച്ച് ഈ സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, താങ്കൾക്ക് തീർച്ചയായും വലിയ വ്യക്തമായ ഒരു വിജയം തന്നെ
നാം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മക്ക ഫതഹിനെ കുറിച്ചല്ല, മക്ക വിജയത്തെ കുറിച്ചല്ല, ഹുദൈബിയ സന്ധിയെ കുറിച്ചാണ്. ആ കരാറ് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരമായി മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദീന ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് വരുമോ? ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് മക്കയിലേക്ക് വരിക എന്ന് പറഞ്ഞ അവസ്ഥയല്ല. അതൊരു സാങ്കല്പികമായിട്ടുള്ള കരാറാണ്, ആരെങ്കിലും വന്നാൽ എന്നുള്ളത്. പക്ഷെ സാങ്കല്പികമല്ലാത്തൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിൽ അഭയം തേടിയാൽ അഭയം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് സമ്മതിച്ചു. അത് ഒപ്പുവെച്ച ഉടനെ ആ ഒരു മൊമെന്റിൽ അബൂജന്തൽ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം കുറെ ആയിട്ട് ഇവിടെ വീട്ടിലടങ്കില്ലായിരുന്നു, വീട്ടിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, വളരെ പ്രയാസങ്ങളൊക്കെ ആയിട്ട് മദീനത്തേക്ക് പോകാൻ പറ്റാതെ. റസൂൽ ഇവിടെ മക്കയുടെ തൊട്ടരുകെ ഹുദൈബിയയിൽ വന്നിടുന്നവർക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് റസൂലിന്റെ അടുത്തെത്തി. പക്ഷെ സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിക്കാമെന്നുണ്ടെങ്കിലും പറഞ്ഞു ഒപ്പുവെച്ചു, കരാറായി പോയി. ഒപ്പുവെച്ചിട്ടില്ല, കരാറായി പോയല്ലോ, അതുകൊണ്ട് ഇത് ലംഘിക്കാൻ പറ്റില്ല. ഒപ്പുവെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒപ്പുവെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്കാൽ പറഞ്ഞെങ്കിലും ഇത് പാലിക്കണം എന്ന് പറഞ്ഞു. റസൂലിന് അബൂജന്തൽ റളിയല്ലാഹുവിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു സഹാബി കൂടി ആ സമയത്ത് വരുന്നുണ്ട്, അബൂ ബസീർ എന്ന് പറയുന്ന സഹാബിയും അതുപോലെ അബൂജന്തൽ, ഈ രണ്ടു പേര് എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ വാക്കാണല്ലോ, വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവിടെ പ്രയാസത്തിലാണെന്ന് അറിയാം. എന്നാലും ഈ ഒരു വാക്ക്, ഈ സന്ധി നിലവിൽ വരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവര് ആ കരാറിലൊക്കെ ഒപ്പിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, തൽക്കാലം യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും റസൂൽ അങ്ങോട്ടൊരു സന്ധിക്ക് വേണ്ടി ആവശ്യപ്പെടുകയല്ല. നമുക്ക് ഒരു സന്ധിക്ക് സമ്മതിച്ചു തരാവോ, ഞങ്ങൾ ഉംറയ്ക്ക് വന്നോട്ടെ, അടുത്ത വർഷമെങ്കിലും വന്നോട്ടെ എന്നൊക്കെയുള്ള ഒരു സന്ധിക്ക് വേണ്ടി അങ്ങോട്ട് അപേക്ഷിക്കുകയല്ല. സന്ധിക്ക് വേണ്ടി ശത്രുക്കൾ ഇങ്ങോട്ട് തയ്യാറാവുക എന്നുള്ളത് തന്നെ ഒരർത്ഥത്തിൽ നമ്മുടെ വിജയമാണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിജയമാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മൾ ദുർബലരായിരിക്കെ, നമ്മൾ നിസ്സഹായരായിരിക്കെ സന്ധിക്ക് വേണ്ടി കെഞ്ചുക എന്നുള്ളൊരു സംസ്കാരം എന്തായാലും ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് നമ്മൾ കാണാം. ശത്രുക്കൾ ഇങ്ങോട്ട് സന്ധിക്ക് വരുമ്പോൾ പിന്നെ ഒരു സന്ധി ഇല്ല എന്നിട്ട് അപ്പോഴും യുദ്ധം ചെയ്യുകയല്ല. അവരടങ്ങുകയാണെങ്കിൽ, അവർ സന്ധിക്ക് തയ്യാറാണെങ്കിൽ നമ്മളും ആ സന്ധിക്ക് തയ്യാറാവുക എന്നുള്ള സംസ്കാരമാണ് ഹുദൈബിയ സന്ധിയിൽ നിന്ന് കാണാനുള്ളത്. ഏതായിരുന്നാലും അങ്ങനെ ശത്രുക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ തിരിച്ചും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള വിട്ടുവീഴ്ചയുടെ ഒരു പാഠവും, എന്നാൽ ഇസ്സത്തിൻ്റെതായ പോരാട്ടത്തിൻ്റെതായ ബൈഅത്തുർ റിദ്വാനിന്റെ ചരിത്രവും, ഇത് രണ്ടിന്റെയും പാഠങ്ങൾ നമുക്ക് ഹുദൈബിയയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈ ഹുദൈബിയയിലെ കരാറിന് ശേഷം ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കരുത് എന്നുള്ള ആ ഒരു കരാറിന് ശേഷം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കയിൽ